മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല. മഹാമായ ബ്രഹ്മാദീനാമപി മോഹകത്വാത് മഹാമായ. ദേവി മഹാത്മ്യത്തിലെ ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ബ്രഹ്മാദികൾക്ക് കൂടി മോഹം ജനിപ്പിക്കുന്നവളാണ് മഹാമായ. സപ്തശതിയിലെ ജ്ഞാനിനാമപി ചേതാംസി എന്ന ശ്ലോകത്തിലെ ബലമായി ആകർഷിച്ച് മോഹിപ്പിക്കുന്നവളാണ് മഹാമായയായ ഭഗവതി. ആകൃഷ്യ, ആകർഷിക്കുക എന്ന വാക്കിൽ നിന്നാണ് കൃഷ്ണ ശബ്ദവും ഉത്ഭവിച്ചിരിക്കുന്നത്. ആ ആകർഷണ ശക്തി മായാമോഹിനി, വിഷ്ണുവിന്റെ മായാമോഹിനിയിലും കൃഷ്ണനിലും ഒരുപോലെ ഇരിക്കുന്നു. മായാവിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മോഹത്തിൽ നിന്ന് മോഹിനി ശബ്ദമുണ്ടായി. മഹാമായ ശ്രീകൃഷ്ണ രൂപിണിയായ മഹാമായ വിഷ്ണുമായ, അത് തന്നെയാണ് ഇവിടെ പറയുന്ന മഹാമായ. മായാശക്തിയുടെ ശക്തി ബീജമാണ് ഹ്രീം എന്നത്. ഹരിം, ഹ റിം എന്നതിനെ കൂട്ടി ഉച്ചരിച്ചാൽ ഹ്രീം എന്ന് പറയും. ഹ്രീം എന്ന് നീട്ടി ഉച്ചരിക്കണം. ദേവീ ശക്തി മുഴുവൻ ആ ഹ്രീം എന്ന ശബ്ദത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹ്രീം ബീജം പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ത്രികൂടങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന ഒരു ഗ്രന്ഥി പോലെ വിളങ്ങുന്നു. ഹ്രീങ്കാര രൂപിണിയാണ് മഹാമായ. ഹ്രീം ബീജത്തില് 4 അക്ഷരാവയവമുണ്ട്. ഒന്ന് ഹ് എന്നുള്ള വാക്ക്, രണ്ടാമത്തത് ഋ, ഹ്, ഋ, ഈ. ഇങ്ങനെ 4 അക്ഷരാവയവങ്ങൾ, അക്ഷരത്തിന്റെ അംഗങ്ങളുണ്ട്. ഒരേ ഒരു വിത്തിൽ ഒരു മഹാവൃക്ഷത്തിന്റെ സർവാവയവവും സുസൂക്ഷ്മമായിട്ട് അടങ്ങിയിരിക്കുന്ന പോലെ ഈ ഹ്രീം എന്ന ബീജത്തിൽ അണ്ടകടാഹം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അവൾ മഹാമായ എന്നറിയപ്പെടുന്നത്. കാളികാ പുരാണപ്രകാരം ജ്ഞാനമുള്ള ആത്മാവ് അമ്മയുടെ ഗർഭത്തിലിരുന്ന് ആത്മജ്ഞാനത്തെ മറച്ചുവെച്ച് ജന്മമെടുത്ത് പൂർവജന്മ സംസ്കാരങ്ങൾക്കും വാസനകൾക്കും അനുയോജ്യമായ ഇഷ്ടാനിഷ്ടങ്ങളോടും അഹങ്കാരം, കർമ്മം ഇവകളോടും കൂടി വളർന്നു വരുന്നു. ഇതിന് കാരണമായിരിക്കുന്ന ഏതൊരു ശക്തിയാണോ നമ്മൾ അറിയുന്നത്, അതിനെയാണ് മഹാമായ. ആ കാരണശക്തിയാണ് മഹാമായ. മായ എന്നതിന് വേദാന്തത്തിലെ ജീവനിലുള്ള ഭേദബുദ്ധി എന്നും ഒരർത്ഥമുണ്ട്. കൃപ എന്ന് മറ്റൊരർത്ഥം പറഞ്ഞിട്ടുമുണ്ട്. സംസാര ജീവിതം സ്ഥിരമായി തുടർന്നു കൊണ്ടുപോകാനാണ് വാസ്തവത്തിൽ ഈ മായയുടെ ആകർഷണം. അതായത് വംശങ്ങളെ പിന്നെയും സൃഷ്ടിക്കണം, വംശങ്ങളെ പിന്നെയും സംരക്ഷിക്കണം എന്നുള്ള ഒരു സ്ഥിതി കർമ്മത്തിന് വേണ്ടിയാണ് ഈ മായയുടെ ആകർഷണ ശക്തി തുടർന്നു പോകുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് കൃപ എന്നൊരർത്ഥം പറഞ്ഞിരിക്കുകയാണ്. ദയ കൊണ്ടാണ് ഈ വംശങ്ങളെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ്, വംശനാശം വരരുത്, അവയെ പിന്നെയും സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ആകർഷണം വരുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു ആകർഷണം കൊണ്ട് ഈ വംശങ്ങളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഈ വിഷ്ണു ഈ സ്ഥിതി കർമ്മം എല്ലാത്തിനെയും സംരക്ഷിക്കുക എന്നുള്ള കർമ്മം നടത്തിപ്പോകുന്നത്. ഇങ്ങനെ ആകർഷിച്ച്, ഈ കൃപ കൊണ്ട് ആകർഷിച്ച് പിന്നെയും വംശങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അമൃതമഥന വേളയിൽ അവൾ ധന്വന്തരിയായി പുരുഷ രൂപത്തിലും അതേ ദിനം സന്ധ്യയ്ക്ക് മോഹിനിയായി സ്ത്രീ രൂപത്തിലും അമൃത കലശമേന്തിയിട്ട് അവതരിച്ചു. ആ കൃപ കൊണ്ടാണ് ആ മായാദേവൻ, മായോൻ എന്ന മായാവിയായ മഹാവിഷ്ണു രാവിലെ ധന്വന്തരിയും വൈകുന്നേരം മോഹിനിയായിട്ട് അവതരിച്ചത്. ഒരേ സമയം പുരുഷനും പ്രകൃതിയുമായ ഈ ശക്തിയാണ് ദേവി എന്ന മഹാമായ. ആയുർവേദവും നൃത്ത സംഗീതാദി സാമവേദജന്യമായ 64 കലാരൂപങ്ങളും ഈ ദേവിയുടേതാണ്, ഈ ദേവന്റേതാണ്, അർദ്ധനാരിയായ ഈ ദേവന്റേതാണ്. ഇവയെല്ലാം ആകർഷണ സ്വഭാവം, മോഹനം മുതലായ ഗുണങ്ങളോട് കൂടിയ മായാജന്യ വിദ്യകളാണ്. ഒരാൾ സംഗീതം അറിഞ്ഞാലും ശരി, സാഹിത്യം അറിഞ്ഞാലും ശരി, നൃത്തം അറിഞ്ഞാലും ശരി, ഒക്കെ ഇവയെല്ലാം ഇതെല്ലാം നിലനിർത്തി പോകാനുള്ള മായാജന്യമായ മോഹന സമ്മോഹന വിദ്യകൾ തന്നെയാണ്. മഹാമായ ഈ സർവവിദ്യകൾക്കും ഈ സർവ സംസാരത്തിനും മൂലകാരണമായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. മഹാസത്വ മഹാന്തി സത്വാനി യസ്യ. മഹത്തായ സത്വഗുണമുള്ളവളാണ് മഹാസത്വ. ഗുണം, ബലം, അസ്ഥി, ഉണ്മ എന്ന അവസ്ഥ, ഇവയെല്ലാം ചേർന്ന
ഒന്നിനെയാണ് സത്വം എന്ന് വിളിക്കുന്നത്. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്മ എന്ന അവസ്ഥ, ഗുണം, ബലം, ഉണ്മ എന്ന അവസ്ഥ, മൂന്നും ചേർന്നത് സത്വം. ഇപ്രകാരമുള്ള മഹത്തായ സ്ഥിതിവിശേഷമാകിയാൽ മഹാസത്വ. സത്വം എന്നതിന് മനസ്സ് എന്നൊരർത്ഥം തമിഴ് ഭാഷ്യത്തിൽ കാണുന്നു. ബ്രഹ്മം മുതൽ പുൽക്കൊടി വരെ സർവ്വജീവനിലും ഭേദം കാണാത്ത വിശാല മനസ്സോടുകൂടിയവളാണ് മഹാസത്വ എന്ന അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഓരോ വസ്തുവിലും അതിനെ എടുത്തു കാട്ടുന്ന സ്വഭാവമായി ഓരോന്നിന്റെയും തനിമ അഥവാ സ്വത്വം ആയി വിളങ്ങുകയാലും മഹാസത്വ എന്ന് വിളിക്കുന്നു. മഹാശക്തി. മഹതീ സർവ ജഗനിർവാഹകത്വാദിരൂപ വിസ്തൃത വിവിധ ച ശക്തി സാമർഥ്യം യസ്യ സാ. മഹത്തായ ശക്തിയുള്ളവൾ, സർവപ്രപഞ്ചത്തിന്റെയും നിർവാഹക ശക്തിയുള്ളവൾ, അതിവിസ്തൃതവും വിവിധതരം ശക്തികൾ ഉൾക്കൊണ്ടതുമായ അനേകം പ്രപഞ്ചങ്ങളുടെ ഭരണസാമർഥ്യമുള്ളവൾ. അതിനാൽ മഹാശക്തി. ശക്തി എന്നാൽ ബലം. കായബലം, മനോബലം, ബുദ്ധിബലം, ആത്മബലം, ചതുരംഗ സേനാബലം, ആയുധബലം, ഇതെല്ലാം ഇപ്രകാരമുള്ള സർവശക്തിയും അവളിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് അവൾ മഹാശക്തിയാണ്. 109 നാമം മഹാശക്തി എന്നാണെങ്കിൽ ഇവിടെ മഹാശക്തിയാണ് എന്നൊരു മാറ്റം പറഞ്ഞു കാണുന്നു. സകാര ശകാരങ്ങൾ മാത്രം ഒന്ന് മാറ്റിയാൽ ഉച്ചാരണ ഭേദം കൊണ്ട് വരുന്ന അർത്ഥഭേദം ഒന്ന് നോക്കുക. മഹാരഥി. മഹതി വിഷയരതിഭ്യോ അധികാരതി പ്രീതി ജ്ഞാനിനാം യസ്യാം സാ മഹാകാമസുന്ദരി ത്വദ്വ മഹാരഥി. മഹത് വിഷയങ്ങളിൽ അത്യധികമായ രതി അല്ലെങ്കിൽ പ്രീതി ജ്ഞാനിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് അവൾ മഹാരഥിയാണ്. ഒരാൾക്ക് പ്രസ്ഥാനത്രയത്തിൽ താല്പര്യം ജനിക്കണമെങ്കിൽ അതൊരു തരം മഹാരഥിയാണ്. സാധാരണ രീതിയിലുള്ള അല്പരതി അല്ല അത്. അല്പരതികൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ ജന്തുവിന് നായക്കും പൂച്ചയ്ക്കും കൂടി ഉണ്ടാവുന്നതാണ് അല്പരതി, ഒരു ഇണചേരണം എന്നുള്ളതൊക്കെ. പക്ഷെ ഇവിടെ പറയണ മഹാരഥി അതല്ല. ഒരു മഹത്തായ കാര്യം സാധിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ജ്ഞാനം നേടണം എന്നുള്ള ഒരു അത്യധികമായ പ്രീതി ജനിപ്പിക്കുന്നതിനെയാണ് ഇവിടെ മഹാരഥി എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവൾ മഹാകാമസുന്ദരിയാണ്. അതുകൊണ്ടും അവളെ മഹാരഥി എന്ന് വിളിക്കുന്നു. ജ്ഞാനികളല്ലാത്ത മനുഷ്യരുടെ ഉള്ളിൽ വിഷയരഥി ആയിട്ടിരിക്കുന്നവളും അവൾ തന്നെയാണ്. പക്ഷെ ജ്ഞാനിയുടെ ഉള്ളിൽ അവൾ ഇരിക്കുന്നത് സാധാരണ രഥിയായിട്ടല്ല, വിഷയരഥി ആയിട്ടല്ല, മഹാരഥി ആയിട്ടാണ്. ഒരാൾക്ക് ഒരു വസ്തുവിൽ പ്രിയം അല്ലെങ്കിൽ പ്രീതി ഏർപ്പെടുത്തുന്നതാണ് രതി. ഇത് ആ വസ്തു കൊണ്ടുണ്ടാവുന്നതാണോ അതോ മനസ്സുകൊണ്ടുണ്ടാവുന്നതാണോ? നന്നായിട്ട് ചിന്തിച്ചു നോക്കിയാൽ അത് വസ്തുകാരനല്ല, മനസ്സുകാരനാണ് ഉണ്ടാവുന്നത്, അല്ലെ? ഒരു സാധനത്തിനെ കണ്ടാൽ നമുക്ക് താല്പര്യം തോന്നുന്നത് വസ്തുവിന്റെ ദോഷമല്ല, നമ്മുടെ ദോഷമാണ്. നമുക്കാണ് നമ്മളുടെ മനസ്സാണ് അതിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. തനിക്ക് തന്നോടുള്ള സ്നേഹം പോലും മനസ്സിലാണ് ഇരിക്കുന്നത്. തനിക്ക് തന്നിലുള്ള താൻ തന്നെയായിരിക്കുന്ന ജീവാത്മാവ് ദേവിയാണ്. ഈ ആത്മസ്വരൂപം അജ്ഞാനത്താൽ മൂടി കാണാൻ കഴിയാതെ ആവുമ്പോഴാണ് മനുഷ്യർ ആത്മരതി വിട്ട് ബാഹ്യമായ വിഷയങ്ങളിൽ രതി ആരംഭിച്ച് അവയുടെ പിന്നാലെ തേടി അലഞ്ഞ് മറ്റുള്ളവർക്ക് ഉത്തരവുണ്ടാക്കുന്നത്. ജ്ഞാനിക്ക് സ്വാത്മാവിൽ തന്നെ ജ്ഞാനാനന്ദാനുഭവം കൊണ്ട് ആ മഹാരഥി സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ ഒന്നും നേടാനില്ല. അങ്ങനെയുള്ള മഹാരഥി സ്വരൂപമായവളാണ് സാക്ഷാൽ ശ്രീവിദ്യ. രതി എന്ന് പറയുന്നത് കാമദേവന്റെ പത്നി, സുന്ദരി എന്നർത്ഥം. ആ രതി എന്ന കാമദേവ പത്നിയായ രതി എന്ന സുന്ദരിയേക്കാൾ മഹാസുന്ദരി ആയ മഹാത്രിപുര സുന്ദരിയെ മാത്രമേ നമ്മൾ മഹാരഥി എന്ന് വിളിക്കുകയുള്ളൂ. മഹാകാമേശ്വരി, മഹാകാമേശ്വര പത്നി ത്രിപുര സുന്ദരി, അവളാണ് മഹാരഥി. യാ ദേവി സർവഭൂതേഷു രതിരൂപേണ സംസ്ഥിത. സർവഭൂതങ്ങളിലും രതിരൂപമായി പ്രവർത്തിക്കുന്നതും ഇരിക്കുന്നതും ഈ മഹാരഥി തന്നെയാണ് എന്ന് അറിയാം.